എന്താ അസുഖം? പ്രേമനൈരാശ്യം. ഓഹോ, അതിനുള്ള ചികിത്സ ഇവിടില്ല. ഞാൻ വന്നിട്ട് എത്ര നേരമായിരുന്നോ? ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ആ കമ്പൗണ്ടർ അനുവദിച്ചില്ല. അയാള് പുതിയ ആളാ, റസിയെ അറിയാഞ്ഞിട്ടാ. അല്ല, ആരിത്? റസിയയോ? പിന്നെന്തൊക്കെയാണ്? ഞാൻ ഇദ്ദേഹത്തെ കണ്ട് ഒരു കാര്യം പറയാനാണ് അങ്കിൾ വന്നത്. കാര്യം എന്തായിരിക്കുമെന്ന് എനിക്കറിയാം. റസി വന്ന നിലയ്ക്ക് ഇനിയും നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ എഴുതിയാൽ തെറ്റിപ്പോയെന്ന് വരും. ഒരിക്കലും ഇല്ല ഡോക്ടർ, ഡ്യൂട്ടി വേറെ, സ്നേഹം വേറെ. എന്തായാലും റസിയെ ഇങ്ങനെ നിർത്തി ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. ബഷീർ സംസാരിച്ചോളൂ, ഞാൻ പോയേക്കാം. എന്തെങ്കിലും കാണാഞ്ഞത്? ഇന്നലെ മെഡിക്കൽ അസോസിയേഷന്റെ കോൺഫറൻസ് ഉണ്ടായിരുന്നുണ്ടാ കാണാൻ കഴിയാഞ്ഞത്. എന്നാ ഒരു ഫോൺ ചെയ്യാമായിരുന്നില്ലേ? ഫോൺ ചെയ്താൽ ചിലപ്പോ നിന്റെ വാപ്പയായിരിക്കും ഫോൺ എടുക്കുന്നത്. എന്താ വാപ്പയെ ഭയമാണോ? ആ, അതല്ല, നിന്റെ വാപ്പയോട് എനിക്ക് ബഹുമാനമാണ്, അദ്ദേഹത്തിന് എന്നോടും. ആ നിലയ്ക്ക് നമ്മൾ തമ്മിൽ ഒരു ലൈനാണെന്ന് അറിഞ്ഞ അദ്ദേഹത്തിന് എന്ത് തോന്നും? നമ്മൾ ജീവിക്കുന്നത് 20-ാം നൂറ്റാണ്ടിലാ. ഞാനൊരാളെ സ്നേഹിക്കുന്നെന്നറിഞ്ഞാൽ എന്റെ വാപ്പ എന്നെ കൊല്ലിയൊന്നുമില്ല. പ്രസംഗം നന്നായിട്ടുണ്ട്, തൽക്കാലം പോവാൻ നോക്കാം. എനിക്ക് വേറെ രോഗികളെ നോക്കാനുണ്ട്. അയ്യോ, വാപ്പ വരുന്നുണ്ട്. അതെ, നീ ഒരു കൂട്ടുകാരിയുടെ മാരേജിന് പോകുന്നു എന്നല്ലേ എനിക്ക് ഫോൺ ചെയ്തത്? അതെ അതെ പാപ്പ. എന്നിട്ട് ഇവിടെ? അത് പാപ്പ, പിന്നെ പാപ്പ, ഞാൻ കാർ ഓടിച്ചു വരുന്ന വഴിക്ക് വല്ലാതെ തല ചുറ്റുന്ന പോലെ തോന്നിയത് കൊണ്ടാ ഇവിടെ കയറിയത്. ബഷീർ, ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോ ഈ കുട്ടിയെ വീട്ടിലെത്തിക്കുന്നല്ലേ ഞാൻ പറഞ്ഞത്? അതെ ഡോക്ടർ. ഏതായാലും വരുന്ന വഴിക്ക് അപകടമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല അങ്കിൾ. തനിയെ ഡ്രൈവ് ചെയ്ത് പോരുന്ന പലപ്പോഴും ഞാൻ ഇവളോട് പറഞ്ഞിട്ടുള്ളതാ. തനിക്കൊരു ഡ്രൈവറെ വെച്ചുകൂടിടും. അതാ ഞാനും പറയുന്നത്. ബസിയ, നിനക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രൈവറെ ഞാൻ തരാം. താങ്ക് യു അങ്കിൾ. ഇപ്പൊ തൽക്കാലം വീട്ടിലേക്ക് പോയിക്കോളൂ. അവൾ ഇത്രയും വളർന്നെങ്കിലും ഇപ്പോഴും കുട്ടിക്കാലത്തെ സ്വഭാവം മാറിയിട്ടില്ല. നിനക്ക് മാറിയിട്ടുണ്ടോ? ബഷീർ, നിന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. പ്രത്യേകിച്ച് സെബാസ്റ്റ്യന്റെ കേസിലെ ജഡ്ജ്മെന്റ് നീ അറിഞ്ഞില്ലേ? ഓഹോ, അതാണോ കാര്യം? ആ കാര്യത്തിൽ അഭിനന്ദിക്കേണ്ടത് ഈ നിൽക്കുന്ന ആളിനെ. ആ മനുഷ്യൻ ബോട്ടപകടത്തിൽ മരിച്ചു എന്നുള്ള ധാരണയോടെയാ ഞാൻ പോസ്റ്റ്മോർട്ടം നടന്നത്. പക്ഷെ ഡെഡ് ബോഡി ഒന്ന് ബുള്ളറ്റ് കണ്ടെടുത്തത് ജോൺ ഡോക്ടർ. അതുകൊണ്ടാണല്ലോ ആക്സിഡന്റ് മർഡർ കേസ് ആയത്. ആ ബഷീർ, മൊയ്തുവിനെ അത്യാവശ്യമായി എനിക്ക് കാണണം. വാപ്പ ഇപ്പോ മാർക്കറ്റിൽ കാണും. നമുക്ക് പണത്തിന് വേണ്ടി പണത്തോടെ പോലും പണം വെക്കുന്ന പന്നികളെ, നീയൊക്കെ അത്രയ്ക്ക് ചെമ്മൂറ്റുള്ളവരാണെങ്കിൽ ഈ മൊയ്തിന്റെ നെഞ്ചത്തിന് കയറ്റില്ലാറേ. അല്ലാതെ ഈ മീൻ വേറെ ചന്തയെ കൊണ്ടുപോയി നമ്മൾ സമ്മതിക്കില്ല. അന്റെയൊക്കെ മയ്യത്തായിരിക്കും എടുക്കണേ. ലാസറേ, ഈ ചന്തയിൽ ഇടത്തട്ടിപ്പെടുത്തുന്ന ഇബിലീസല്ലേ നീ? ഈ പാവപ്പെട്ട കച്ചവടക്കാരൻ നിനക്ക് തെല്ലാതെ പണം തരുന്നുണ്ടല്ലേ? എന്നിവിടെ ഇറക്കണം മീൻ വേറെ ചന്തയെ കൊണ്ടുപോകണം നീ പറയുന്നത്? കൂടുതൽ വില തരാൻ ആളുള്ളത് കൊണ്ടാ വേറെ മാർക്കറ്റിൽ കൊണ്ടുപോകുന്നത്. നമ്മൾ ഉയരോടെ ഇരിക്കുമ്പോൾ നീ കൊണ്ടുപോകില്ല. ഞാൻ ലാസറാണെങ്കിൽ ഇന്നിയും മാറി മീൻ ഇവിടുന്ന് കൊണ്ടുപോകില്ല. എന്റെ തലയായിരിക്കും അവർ കൊണ്ടുപോണത്. നോക്ക്, നിന്റെ മുതലാളി നിൽക്കുന്ന ലോറി എല്ലാം ഉണ്ടല്ലോ, ഇവരുടെ വിയർപ്പാണെന്ന് നീ ഓർത്തോ? ഇവന്മാരെക്കാൾ എനിക്കെന്റെ മുതലാളിയാണ് വരുന്നത്. നീ ആണാണോടാ? ഒരു നേരം മുലപ്പാല് കിട്ടില്ലെങ്കിലേ കുട്ടികൾ പശുപാല് കുടിച്ചു വരും. അതുകൊണ്ട് കാളനെ പാപ്പാന്ന് വിളിക്കൂടാ പന്നി. നിന്റെ പുരാണം കേട്ടോണ്ടിരുന്ന ലോറിലുള്ള മീൻ ചീഞ്ഞു പോകും. ഈ മാർക്കറ്റിൽ മീനിനേക്കാൾ ചീഞ്ഞു നാറുന്നത് നിന്റെ മനസ്സാണ്.
തൊട്ടാ നിന്റെ മയ്യത്താണ്. മീനെടുക്കടാ. നിന്നെ ഞങ്ങൾ പിന്നെ കണ്ടോളാം. നോക്കി നിൽക്കാതെ എല്ലാരും മീനെടുക്കടാ. എളുപ്പം വാ. വേറെ നോക്കിക്കാതെ. ഇതൊക്കെ ഇതിൽ 90 രൂപയുണ്ട്. ഇനി ഇപ്പൊ കൊണ്ടുവന്ന മീന്റെ പണമേ നമ്മൾ തരാനുള്ളൂ. ഇതാ എണ്ണിടയ്ക്കും. അവിടെ ഒച്ചയ്ക്കടാ. നമ്മൾ ഇന്നുവരെ കാശ് എണ്ണി നോക്കുകയോ കണക്കെഴുതുകയോ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്നോ, കൂടെപ്പുറപ്പുള്ള നിങ്ങൾ നമ്മളെ പറ്റിക്കില്ലെന്ന് പടച്ചോന്റെ പേര് നമുക്ക് വിശ്വാസമുണ്ട്. എന്നാ നമ്മൾ പോട്ടെ. വച്ചിട്ട് പോ. മുതലാളി, കുറച്ച് ചെമ്മീനുള്ള നമ്മൾ വിലക്കെടുത്തോട്ടെ. അതിൽ കുറച്ചുള്ള കച്ചവടം മതി. കാര്യം എന്താന്നോ, ആ ചെമ്മീനെ വലിയൊരാളിനെ കൊടുക്കാനുള്ളതാ. നീ പോ. എന്താപ്പാ ചെമ്മീനെടുത്ത് ഈ കൂടയിലാക്കും. പോയല്ലേ? ചേണ്ട മീതുക. ഒന്ന് വേഗം ആയിരിക്കട്ടെ, നമുക്കൊന്ന് പോകണ്ടേ. പെട്ടെന്നേ അതോട് വായിക്കേ. വേലു, ലോറിക്കാർക്ക് കൊടുക്കാനുള്ള കൊടുത്തിട്ട് ബാക്കി കൊണ്ടുവാ. ഒന്നങ്ങോട്ട് മാറി നടക്കേ. പൂട്. മൊയ്തുക്ക, ഇന്ന് മുല്ലപ്പൂന് വലിയ വിലയാ. തന്നോട് ആരെങ്കിലും വില ചോദിച്ചാ അവന്റെ വിലയായാലും ഞമ്മക്ക് പതിവായിട്ട് പൂവായിരുന്നു. മൊയ്തുക്ക എന്ന് ഈ പൂ വാങ്ങുന്നത് ആർക്ക് കൊടുക്കാനാ? ഞമ്മക്കൊരു പെങ്ങളുണ്ട്. മുല്ലപ്പൂന്ന് വെച്ചാ പ്രാണന്. ഒരു കാര്യം ചോദിച്ചാ മൊയ്തുക്ക കോപിക്കൂ? അത് ചോദ്യം കേട്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. മോൻ വലിയ ഡോക്ടറായി ഇങ്ങനെ കാറിൽ ചുറ്റുമ്പോ നിങ്ങൾ എന്തിനാ ഈ വെയിലും കൊണ്ട് സൈക്കിൾ ചവിട്ടുന്നത്? അതാണ് ആ കാര്യം. അവന് കാറി നടക്കാനുള്ള യോഗ്യതയുണ്ട്. ഡോക്ടർ ബഷീർ പണമുള്ള ചമ്പക്കുത്തക്കാരൻ മൊയ്തുവിന്റെ മോനാണ്. നമ്മള് തെരുവ് തോറും തകരം കുത്തി കിട്ടിയാണെന്ന പരീതിന്റെ മോനാണ്. നമ്മക്ക് സൈക്കിൾ നടക്കാനുള്ള യോഗ്യതയുള്ളൂ. നീ ഇത്ര ചെറുപ്പത്തിലെ കള്ളുപിടിച്ച് നശിക്കണ്ട. പിന്നെ നീ ആ പപ്പുവിന്റെ ചായ ഷാപ്പിൽ പോയി ഒരു 150 മില്ലി വാങ്ങിച്ചടിച്ചു. ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി. കാര്യപ്പങ്ങളെ
ചാരിപ്പൊങ്ങളെ വരുന്നു മൊയ്തുക്ക. മൊയ്തുക്ക വന്ന് ഞാൻ അടുക്കളയിൽ നിന്നപ്പോഴേ അറിഞ്ഞു. അതെങ്ങനെ അറിഞ്ഞു? മുല്ലപ്പൂവിന്റെ പണം കൊണ്ട്. ഇതാ ഇത് ജഡ്ജി അദ്ദേഹത്തിന് ചെമ്മീൻ. ശങ്കരാ, ശങ്കരാ, എന്താ അച്ഛമ്മേ? ഈ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ പാകത്തിന് എളുപ്പം ശരിയാക്കണം. അദ്ദേഹത്തിന് അതാണ് ഇഷ്ടം. ശരി അച്ഛൻ. ജഡ്ജി അദ്ദേഹം മുകളിലുണ്ടോ? ഇല്ല, കോടതിയില് ഊണ് കഴിക്കാൻ വരുന്നത് ഇപ്പൊ ഫോൺ ചെയ്തേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളെ മുടങ്ങാതെ നടക്കുന്നുള്ളൂ. ഒന്ന് പള്ളി പോണത്, രണ്ടാമത് ചങ്ങാതിയെ കാണുന്നത്. ഇവിടെ താടിന് മൊയ്തുക്കയെ കാണാതെ ഉറങ്ങാൻ കഴിയില്ല. കൊച്ചുനാൾ മുതൽക്ക് നമ്മളും ദേവനും വളർന്ന അങ്ങനെ അവങ്ങളെ. അടുക്കളയിൽ ആരും ഇല്ല മൊയ്തുക്ക. അതിനെന്ത്, നമ്മൾ വരാം. എന്നാ വാ. രാജന്റെ കാര്യത്തില് നിങ്ങൾ വിഷമിക്കണ്ട. അവ ഇവിടെ കയറുന്നില്ലെങ്കിലും നമ്മളോട് തന്നെ ഉണ്ട്. എന്നാലും മൊയ്തുക്ക, പെറ്റമ്മയായ എന്റെ മനസമാധാനത്തിനെങ്കിലും അവൻ ഇങ്ങോട്ട് വന്നൂടെ? ദേവൻ നേരിട്ട് വന്ന് വിളിക്കാതെ അവനിങ്ങോട്ട് വരുമെന്ന് നമുക്ക് തോന്നി. അച്ഛനും മോനും തമ്മിലുള്ള വൈരാഗ്യം ഏത് കുടുംബത്തിലുണ്ടായാലും അതൊരു ശാപമാണ് മൊയ്തുക്ക. ആ എന്ന് പിണങ്ങിരിക്കാനാണ് പോണത്. ഒരു ദിവസം അവന്റെ അച്ഛൻ തന്നെ ചെന്ന് രാജനിവിടെ വിളിച്ചുകൊണ്ടുവരും. ശാരദേ, ശാരദേ. ആ, അദ്ദേഹം വന്നു മൊയ്തുക്ക. നമസ്കാരം ശാരദമ്മേ. നമസ്കാരം. ശാരദേ, ൂകാരൻ കൂടിയുണ്ട്. മറ്റൊരു പെരുന്നാളുകാരനും കൂടി അടുക്കളയിൽ ഇരിപ്പുണ്ട്. ആരാ? അത് ചോദിക്കണോ? പുറത്ത് സൈക്കിൾ ഇടിക്കുന്നത് നീ കണ്ടില്ലേ? ആ ജഡ്ജി സാറേ, നമ്മളൊക്കെ ഈ വീട്ടിൽ വരുന്നത് വിരുന്നുകാരായിട്ടല്ല. ഒന്ന് നിർത്തട. പലപ്പോഴും നീ എന്നെ കയറി സാറേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്നെ കാണുമ്പോ ഒരു ഏമാൻ വിളി. ആ അതിലെന്താണ് ഇപ്പൊ ഇത്ര വലിയ തെറ്റ്? നമ്മളൊക്കെ പഴയ കൂട്ടുകാരാണെന്ന് വെച്ച് ഇപ്പോഴും ഇടാപാടാന്ന് വിളിക്കാനുള്ള മര്യാദയായിട്ട് ഞമ്മക്കില്ല. എടാ നോക്ക്, ഞാൻ ജഡ്ജും ഇവൻ DSP ഒക്കെ ആണെങ്കിലും നിനക്കെന്നും പഴയ ദേവനും ഖാദറും തന്നെയാണ്. ബാക്കി നമുക്ക് ഊണ് കഴിച്ചിട്ട് സംസാരിക്കാം. ശരി, വാ. ആ പപ്പടം തിന്നു. ഓ, പപ്പടം. എന്റെ പൊന്നു മകളെ, ഈ കുന്ത്രാണം കൊണ്ട് കുത്തി തിന്നാൻ നമ്മ കൊണ്ട് കഴിയും. മൊയ്തുക്കയുടെ ഇഷ്ടം പോലെ കഴിക്കരുതോ? ദേ പപ്പടം. ദാ. പണ്ട് നമ്മൾ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചതും മൊയ്ത് പഠിപ്പുറത്ത് പോയതുമൊക്കെ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. നമ്മളെ പഠിപ്പിക്കാൻ നമ്മളെ ബാപ്പാക്ക് കഴിവില്ലായിരുന്നു. അതിന്റെ മനോവിഷമം തോന്നുന്നത് നമ്മുടെ മോൻ ഡോക്ടറായപ്പോഴാണ്. അവൻ ആശയമുണ്ടെങ്കിൽ നമ്മൾ വെളിനാട്ടിലേക്കും പഠിപ്പിക്കും. ആ കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരെക്കാൾ മൊയ്തു ഭാഗ്യവാനല്ലേ? എല്ലാം പടച്ചവന്റെ കാരുണ്യം കൊണ്ട് നടക്കണം.